നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച മറ്റൊരു വാർത്തയായിരുന്നു 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച വിവരം. ആ റെയിൽവേ പാളത്തിലേക്കുള്ള വലിയ തിട്ട എങ്ങനെയായിരിക്കും കുഞ്ഞ് ഇഴഞ്ഞ് നീങ്ങിയിട്ടുണ്ടാവുക എന്ന സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ വളരെ ഈ ദുരൂഹതകൾ നിറയുന്നുണ്ട് എന്ന് ചിലരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് കുഞ്ഞ് ഇഴഞ്ഞ് നീങ്ങി വരുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ലോക്കോ പൈലറ്റിന് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ കൺമുന്നിൽ ഇത്തരത്തിലൊരു കുഞ്ഞിന്റെ ജീവൻ പൊലിയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ആ മരവിച്ച നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1.5 വയസ്സുകാരൻ ദ്രിണവ് ട്രെയിൻ തട്ടി മരിച്ചതിന്റെ ഞെട്ടലിലാണ് അമ്പലപ്പുഴ കക്കാഴത്തെ ജനങ്ങൾ. ചൊവ്വാഴ്ച വൈകിട്ട് അയൽവീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ വീടിനടുത്തെ റെയിൽപാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 30 മീറ്റർ അകലെ മാത്രമാണ് റെയിൽവേ ട്രാക്ക്. എന്നാൽ ഇവിടെ നിന്നും 100 മീറ്ററോളം മാറിയാണ് കുട്ടിയെ കണ്ടതെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ അയൽക്കാരി താഹിറ പറയുന്നു. ഇത്രയും ദൂരം കുഞ്ഞ് തനിയെ എത്തിയത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്ന് കുട്ടി കളിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ഗൃഹനാഥൻ വേണുവും പറയുകയാണ്. എന്നാലും എല്ലാവരും ഞെട്ടലിലാണ്. എങ്ങനെയാണ് കുട്ടി പോയത് എന്നുള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശനെയും ഒക്കെ തന്നെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ഒരു 5 മിനിറ്റ് പോലും തെറ്റണം, ഒന്ന് മാറിയാൽ മതി. കുട്ടികൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ഇങ്ങനെ എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് അവരവരുടെ വീട്ടിൽ തന്നെ പൊലിഞ്ഞിട്ടുണ്ടാകുന്നത് എന്ന് നമ്മൾ പല വാർത്തകളിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഒന്നടങ്കം. എന്തായാലും അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അകത്തുനിന്ന് ഞാൻ കരച്ചിൽ കേട്ടോണ്ടാണ് ഞാൻ ചാടി ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞിങ്ങനെ ഒരു 3 സ്റ്റെപ്പ് അവൻ ആകെ വെച്ച് കാണത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ട് ഇപ്പം തന്നെ ട്രെയിൻ വന്ന് ഞാൻ എൻ്റെ മോനേന്നും പറഞ്ഞത് ഇവിടെ എത്തിയപ്പം ട്രെയിൻ അപ്പുറം പാസ് ചെയ്ത്. പക്ഷേ ട്രെയിൻ പതിയാണ് വന്നത്. ട്രെയിൻ പാസ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാനിവിടെ മേളോട്ട് ചാടി കയറി ഞാൻ പറഞ്ഞ കുഞ്ഞ് അതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ട്രെയിൻ നിർത്തിയാൽ നോക്കിയെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ ട്രെയിൻ വിട്ടു പോവുകയും ചെയ്യും. ആ ഒരു സെക്കൻഡിൽ നമ്മുടെ കണ്ണ് വെട്ടിച്ചവൻ വെളിയിലോട്ട് പോയതാണോ നമ്മൾ കണ്ടില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് ആ ട്രെയിൻ നിർത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഈ തൊട്ടറമ്പിൽ തന്നെ ഉണ്ട്, പക്ഷെ ഇവൻ പോകുന്നതും കണ്ടില്ല. ആ റെയിൽവേ കയറുവാണെങ്കിലും അവനൊരു പകുതിയിൽ ഇത്തിരി കൂടെ കൂടുതൽ കയറും. എന്നാലും ആരെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇതുവരെ കയറിയിട്ടുമില്ല. അവിടുന്ന് അത്രയും ദൂരം വരെ പോകത്തുമില്ല. ഇത്രയും ദൂരം വരെ കുഞ്ഞു നടന്ന് വന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി കുഞ്ഞു മുകളിൽ കയറിയപ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു അതിശയമായി പോയി. ട്രെയിൻ ഇടിച്ച് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ താത്ത് വെച്ച് വളർത്തിയ മോനെ എങ്ങനെ ആ തന്ത സഹിക്കുമെന്നുള്ളതറിയാം. അത്രയ്ക്കും അവനങ്ങ് അപ്പൂപ്പൻ തന്തയും അമ്മൂമ്മയും ഒന്നൊക്കെ ഒന്ന് താത്ത് വെക്കത്തില്ലായിരുന്നു ഈ കുഞ്ഞിനെയാണ്. പക്ഷെ ഇതൊരു കടുപ്പപ്പെട്ട ഒരു അതിശയ സംഭവമായി പോയി.